ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. അതുപോലെ കഥാസാഗരവുമായി എത്തിയിരിക്കുകയാണ്. കഥാസാഗരം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും, അങ്ങനെ കഥകളുടെ ഒരു ലോകം, എല്ലാവർക്കും ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ അതൊരു ആസാമിൽ നിന്നുള്ളൊരു നാടോടി കഥയാണ്. ആസാം കഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ആസാം നാടോടി കഥ. അപ്പോൾ വൈകണ്ട, നമുക്ക് കഥയിലോട്ട് കിടക്കാം ഇല്ലേ. ആസാമിലെ ഒരു ഗ്രാമത്തിൽ അതിക്രൂരനായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരെ അടിമകളാക്കാൻ അയാൾ വിരുദ്ധനായിരുന്നു. അത്തരത്തിലുള്ള കരാറാണ് തൻ്റെ തൊഴിലാളികളുമായി വ്യാപാരി ഉണ്ടാക്കിയിരുന്നത്. അതുപ്രകാരം തൊഴിലാളികൾക്ക് വ്യാപാരിയുടെ സമ്മതം കൂടാതെ ജോലി വിട്ടു പോകാനാകുമായിരുന്നില്ല. അങ്ങനെ സംഭവിച്ചാൽ കടുത്ത ശിക്ഷയായിരുന്നു കരാർ പ്രകാരം തൊഴിലാളിക്ക് ലഭിച്ചിരുന്നത്. ഒരിക്കൽ അന്നാട്ടിലെ മന്ത്രികുമാരൻ്റെ കൂട്ടുകാരൻ ഈ വ്യാപാരിയുടെ കരാറിൽ കുടുങ്ങി തടവറയിലായി. മന്ത്രികുമാരന് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. വ്യാപാരിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അയാൾ നിശ്ചയിച്ചു. അതിനു പറ്റിയ ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് മന്ത്രികുമാരൻ വ്യാപാരിയെ ചെന്ന് കണ്ടു. ഒരിക്കൽ അന്നാട്ടിലെ മന്ത്രികുമാരൻ്റെ കൂട്ടുകാരൻ ഈ വ്യാപാരിയുടെ കരാറിൽ കുടുങ്ങി തടവറയിലായി. മന്ത്രികുമാരന് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. വ്യാപാരിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അയാൾ നിശ്ചയിച്ചു. അതിനു പറ്റിയ ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് മന്ത്രികുമാരൻ വ്യാപാരിയെ ചെന്ന് കണ്ടു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ഞാനൊരു അനാഥനാണ്, എനിക്കൊരു ജോലി തരണം. അയാൾ വ്യാപാരിയോട് കേണപേക്ഷിച്ചു. വ്യാപാരിക്ക് മന്ത്രികുമാരനെ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടമായി. ജോലിയൊക്കെ തരാം, പക്ഷേ ഒരു കരാറുണ്ട്, അതും കൂടി കേട്ടോളൂ. എൻ്റെ സമ്മതം കൂടാതെ നീ എന്നെ വിട്ടുപോയാൽ നിന്നെ മൂക്കും ചെവിയും തുളച്ച് ഞാൻ കാരാഗൃഹത്തിലാക്കും. എന്താ, സമ്മതമാണോ? വ്യാപാരി ചോദിച്ചു. സമ്മതിക്കാം, പക്ഷേ അതിനു മുമ്പ് എൻ്റെ കരാർ കൂടി കേൾക്കണം. എൻ്റെ സമ്മതമില്ലാതെ നിങ്ങൾക്കും എന്നെ പിരിച്ചുവിടാൻ പറ്റില്ല. നിങ്ങളാണ് എന്നോട് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പറയുന്നതെങ്കിൽ നിങ്ങളും ഇതുപോലെ മൂക്കും ചെവിയും തുളച്ച് തുറങ്കിൽ കിടക്കേണ്ടി വരും. സമ്മതമാണോ? മന്ത്രികുമാരൻ ചോദിച്ചു. സമ്മതമാണ്, ഒരു പുഞ്ചിരിയോടെ വ്യാപാരി പറഞ്ഞു. അന്നു മുതൽ മന്ത്രികുമാരൻ വ്യാപാരിയുടെ പറമ്പിലും തോട്ടത്തിലും പണി ചെയ്യാൻ തുടങ്ങി. അയാളുടെ അധ്വാനശീലം വ്യാപാരിയെ ആകർഷിച്ചു. മന്ത്രികുമാരൻ പെട്ടെന്ന് വ്യാപാരിയുടെ വിശ്വസ്തനായി. താമസിക്കാതെ ജോലിക്കാരിൽ പ്രധാനിയുമായി. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. ഒരു ദിവസം വ്യാപാരി പട്ടണത്തിൽ പോകാൻ ഇറങ്ങിയപ്പോൾ മന്ത്രികുമാരനെ വിളിച്ചു പറഞ്ഞു: ഞാൻ വരുമ്പോഴേക്കും പൂന്തോട്ടം വൃത്തിയാക്കണം, ഒറ്റ കള പോലും കാണരുത്. വ്യാപാരിക്ക് മനോഹരമായ വലിയൊരു പൂന്തോട്ടമുണ്ടായിരുന്നു. മന്ത്രികുമാരൻ ജോലിക്കാരുമായി പൂന്തോട്ടത്തിൽ ചെന്നു. ഈ ചെടികൾ മുഴുവനും വെട്ടിക്കളഞ്ഞ് ഇവിടം വൃത്തിയാക്കൂ, ഒറ്റ പുല്ലുപോലും കാണരുത്. മന്ത്രികുമാരൻ തൊഴിലാളികൾക്ക് നിർദ്ദേശം കൊടുത്തു. അല്പസമയത്തിനുള്ളിൽ അവർ തോട്ടം ഒരു മൈതാനം പോലെ വെട്ടിവെടുപ്പാക്കി. പട്ടണത്തിൽ നടത്തേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മടങ്ങി വന്ന വ്യാപാരി തൻ്റെ തോട്ടം കണ്ട് അന്തം വിട്ടു നിന്ന്. എന്താണ് ഇവിടെ സംഭവിച്ചത്? അയാൾ അലറി. അങ്ങല്ലേ പറഞ്ഞത്, ഒരു കള പോലുമില്ലാതെ തോട്ടം വൃത്തിയാക്കാൻ. എങ്ങനെയുണ്ട്? ഒരു പുല്ല് പോലും ഇല്ലല്ലോ. വ്യാപാരി തലയിൽ കൈവച്ച് നിലത്തിരുന്നു പോയി. 2-3 ദിവസത്തേക്ക് അയാൾക്ക് വിഷമം കൊണ്ട് ഉണ്ണാനും ഉറങ്ങാനും കഴിഞ്ഞില്ല. ഇത് കണ്ട് മന്ത്രികുമാരൻ വ്യാപാരിയുടെ ഭാര്യയോട് പറഞ്ഞു: യജമാനനെ ഏതോ കടുത്ത രോഗം ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹം വേഗം സുഖം പ്രാപിക്കാൻ നമുക്കൊരു ആടിനെ ബലി കൊടുക്കാം. അയാൾ അനുവാദത്തിനൊന്നും കാത്തു നിന്നില്ല. വലിയൊരു ആടിനെ പിടിച്ചു മുറിച്ചു അടുക്കളയിൽ കയറി പാചകം ചെയ്യാൻ തുടങ്ങി.
അയാൾ അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ച് അതിൽ ധാരാളം വെണ്ണയിട്ട് ചൂടാക്കി. വെണ്ണ മൂത്ത മണം അവിടെ പരന്നപ്പോൾ യജമാനത്തി പറഞ്ഞു, വെണ്ണ ചൂടായി, വേഗം ഇറച്ചി അതിലിടൂ. അല്പം കൂടി ചൂടാകട്ടെ, എന്നിട്ട് ഇറച്ചിയിടാം, മന്ത്രികുമാരൻ പറഞ്ഞു. വെണ്ണ മൂത്ത് നെയ്യായി. അത് തിളച്ച് ആവി ഉയരാൻ തുടങ്ങി. അപ്പോൾ മന്ത്രികുമാരൻ അതിലേക്ക് പെട്ടെന്ന് ഇറച്ചിയിട്ടു. നെയ്യ് വലിയ ശബ്ദത്തോടെ ആളിക്കത്തി. തീ മേൽക്കുരയിൽ പടർന്നു. വീട് മൊത്തത്തിൽ കത്തിപ്പിടിക്കാൻ തുടങ്ങി. വ്യാപാരിയും ഭാര്യയും മക്കളും എല്ലാം വീട്ടിൽ നിന്നിറങ്ങി ഓടി. വേലക്കാർ തീ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങി. ഈ സമയം വ്യാപാരിയുടെ 5 വയസ്സുകാരനായ മകൻ അയാളുടെ പിറകെ പേടിച്ച് നിലവിളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ വ്യാപാരിക്ക് ദേഷ്യം സഹിച്ചില്ല. അയാൾ അലറി, ഇതിനെ ഒന്ന് ഒഴിവാക്കി തരാമോ? അയ്യോ, ഞാനിപ്പോൾ ശരിയാക്കാം. മന്ത്രികുമാരൻ ഒട്ടും വൈകിയില്ല. ഒരു കോടാലി എടുത്ത് ആ കുഞ്ഞിനെ വെട്ടാൻ തുനിഞ്ഞു. അത് കണ്ട് വ്യാപാരി നടുങ്ങിപ്പോയി. നിർത്ത്, എന്താ നീ കാണിക്കുന്നത്? ഇനിമേൽ നീ ഇവിടെ പണിക്ക് നിൽക്കണ്ട, നിന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു, അയാൾ പറഞ്ഞു. അതെങ്ങനെ ശരിയാവാനാ യജമാനെ? നമ്മുടെ കരാർ പ്രകാരം എൻ്റെ സമ്മതമില്ലാതെ അങ്ങേക്ക് എന്നെ പിരിച്ചുവിടാൻ പറ്റില്ല, മന്ത്രികുമാരൻ പറഞ്ഞു. അവർ തമ്മിൽ തർക്കമായി. ഒടുവിൽ അവർ രാജാവിൻ്റെ മുന്നിലെത്തി. 2 പേരുടെയും വാദം രാജാവ് കേട്ടു. ഒടുവിൽ രാജാവ് വ്യാപാരിയോട് പറഞ്ഞു, നിങ്ങളും ജോലിക്കാരനും തമ്മിലുള്ള കരാർ ജോലിക്കാരൻ്റെ സമ്മതം കൂടാതെ അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടില്ലെന്നായിരുന്നു. പക്ഷേ നിങ്ങൾ കരാർ ലംഘിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കരാർ പ്രകാരം നിങ്ങളെ മൂക്കും ചെവിയും തുളച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കാൻ നാം കൽപ്പിക്കുന്നു. വിധി കേട്ട് വ്യാപാരി ബോധം കെട്ടുപോയി. അയാളെ മൂക്കും ചെവിയും തുളച്ച് ഇരുമ്പ് ചങ്ങലയിട്ട് കാരാഗൃഹത്തിൽ അടച്ചു. ഇത്രയുമാണ് കഥ. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പലപ്പോഴും അന്ന് പ്രത്യേകിച്ച് അല്ലേ, തൊഴിലുടമയ്ക്ക് അല്ലെങ്കിൽ യജമാനന് അല്ലെങ്കിൽ മുതലാളിക്ക് അല്ലേ, അവർക്കായിരുന്നു കൂടുതൽ അവകാശങ്ങൾ. അവരാണ് തൊഴിൽ നൽകുന്നത്. പലപ്പോഴും തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല. അത് ഈ അടുത്ത കാലം വരെയൊക്കെ തുടർന്നു. വലിയ പോരാട്ടങ്ങളും സമരങ്ങളും ഒക്കെ ആവശ്യമായി വന്നു അല്ലേ, തൊഴിലാളികളുടെ അവകാശങ്ങൾ ലഭിക്കാനായിട്ട്. പലപ്പോഴും 8 മണിക്കൂറൊന്നുമല്ല ജോലിയില്ലേ, പലപ്പോഴും 10ഉം 12ഉം അല്ലേ. ബ്രിട്ടനിലൊക്കെ തൊഴിൽശാലകളിൽ അല്ലേ കുട്ടികളെ പണിയെടുപ്പിച്ചിരുന്നു. അതും ഇത്ര മണിക്കൂർ ഒന്നുമില്ല, 12ഉം 14ഉം മണിക്കൂറൊക്കെ അതികഠിനമായി ജോലി എടുപ്പിച്ചിരുന്നു. കൂലി കുറവ്, അവർക്ക് പ്രത്യേക അവകാശങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ സിക്ക് ലീവോ അങ്ങനെയൊന്നും ഇല്ലാത്ത അവസ്ഥ, നേരവേ കൂലി കിട്ടാത്ത അവസ്ഥ. ഇതിൽ നിന്നൊക്കെ എത്രയോ പൊരുതിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചേർന്നത്. പക്ഷേ ഇന്നും തൊഴിലുടമയ്ക്ക് ഒട്ടേറെ അവകാശങ്ങളുണ്ട്. പിരിച്ചുവിടൽ ഇന്നും നേരിടുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ കാണുന്നുണ്ട് അല്ലേ, വലിയ IT കമ്പനികളൊക്കെ ഇതിനൊക്കെ പെട്ടെന്ന് അവരുടെ വരുമാനത്തിൽ കുറവൊക്കെ വരുമ്പോൾ ആദ്യം കൈവെക്കുന്നത് തൊഴിലാളികളെയാണ്. അവരുടെ ആർഭാടം കുറയ്ക്കുകയല്ല, മറിച്ച് തൊഴിലാളികളെ പിരിച്ചുവിട്ടാണ് അവർ നഷ്ടം നികത്തുന്നത്. വലിയ പഠനങ്ങളൊക്കെ നടത്തി, ഓഡിറ്റുകളൊക്കെ നടത്തി തീരുമാനിക്കുകയാണ്, ഇത്രയും തൊഴിലാളികൾ മതി, ഇന്ന മേഖലയിൽ ഇത്രയും തൊഴിലാളികൾ ആവശ്യമില്ല. ഒരു പഠന റിപ്പോർട്ടൊക്കെ തയ്യാറാക്കും, ഒരു കണ്ടെത്തലുകളൊക്കെ നടത്തും, പിരിച്ചുവിടുകയായി. അങ്ങനെ ക്രൂരമായ വിനോദം ഇന്നും പല രൂപത്തിലൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും പഴയ അവസ്ഥയൊന്നുമല്ല. എന്നാലും നമ്മളിവിടെ ഈ കഥയിൽ പറയുന്നൊരു കാര്യമുണ്ടല്ലേ, തൊഴിലാളിക്കും ഒരു അവകാശമൊക്കെ ഉണ്ട്. തൊഴിലുടമയ്ക്ക് പിരിച്ചുവിടാൻ സാധിക്കുമെങ്കിൽ പണിയെടുക്കുന്ന തൊഴിലാളിക്കും ചില അവകാശങ്ങളില്ലേ, അയാളെ പിരിച്ചുവിടാതെ ഇരിക്കാനായിട്ട്, അല്ലെങ്കിൽ അവൻ്റെ ഒരു കരാറുണ്ടല്ലോ. ഇത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല. ഇന്നും ഇല്ലേ, പല മൾട്ടിനാഷണൽ കമ്പനികളും ചെറുകിട കമ്പനികളായാലും ഒക്കെ കുഞ്ഞു കുഞ്ഞു സ്ഥാപനങ്ങളായാലും ആ മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ആ തൊഴിലുടമയ്ക്ക് ഒരു അസംതൃപ്തി തോന്നുമ്പോൾ, ഒരു ഇഷ്ടക്കേട് തോന്നുമ്പോൾ തൊഴിൽ തെറിക്കാവുന്നതേ ഉള്ളൂ, ജോലി നഷ്ടപ്പെടാവുന്നതേ ഉള്ളൂ. വലിയ അവകാശങ്ങളൊന്നും ലഭിക്കില്ല. പലപ്പോഴും പ്രൈവറ്റ് മേഖലയിൽ ഇന്നും നിശബ്ദമായി ഇത്തരം പീഡനങ്ങൾ സഹിക്കുന്ന ഒട്ടേറെ തൊഴിലാളികളുണ്ട്. അതിപ്പം വലിയ IT സെക്ടറായാലും ഈ കോർപ്പറേറ്റ് സെക്ടറുകളായാലും വലിയ മൾട്ടിനാഷണൽ കമ്പനികളെന്ന് പറയുന്ന സ്ഥലത്ത് പോലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്.
തൊഴിലാളിക്ക് എന്ത് അവകാശം എന്നുള്ളൊരു അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഈ പിരിച്ചുവിടൽ, ചെറിയൊരു നോട്ടീസ് കൊടുക്കുക, ചിലപ്പോൾ 1 മാസത്തെയോ 2 മാസത്തെയോ സാലറി കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറയുക, ഓക്കെ നിങ്ങൾ വേറെ ജോലി അന്വേഷിക്കൂ എന്നൊക്കെ പറയുന്ന അവസ്ഥ. അല്ലെങ്കിൽ അവരെ കൊണ്ടൊരു രാജിക്കത്ത് എഴുതി വാങ്ങിച്ച് പതുക്കെ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ആരോപിച്ച് കുറ്റങ്ങൾ കണ്ടെത്തി പതുക്കെ പറഞ്ഞു വിടുന്ന ഒരു പ്രവണത. അതിന് നിയമത്തിൻ്റെ പഴുതുകളൊക്കെ പലപ്പോഴും കൂട്ടുപിടിക്കും. എന്തെങ്കിലുമൊക്കെ കണ്ടെത്താമല്ലോ, അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. ഞാനിതൊക്കെ പറയുമ്പോൾ തന്നെ ലോകത്തിൻ്റെ പല കോണുകളിൽ, നമ്മുടെ രാജ്യത്തായാലും പല രാജ്യങ്ങളിലും ഇത്തരം പിരിച്ചുവിടലുകൾ നടന്നിട്ടുണ്ടാകും. പലർക്കും ഈ അവസരത്തിൽ ഈ നിമിഷത്തിൽ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ അതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. കഴിഞ്ഞ ഏപ്രിലിലാണ് നിങ്ങളൊക്കെ പത്രത്തിലൊക്കെ വായിച്ചതാണ്, ടെസ്ല വലിയൊരു കമ്പനിയാണ്, അതിൻ്റെ ടെക്സാസ് ഫാക്ടറിയിലെ 2688 ജീവനക്കാരെ പിരിച്ചുവിട്ടു. വർക്കർ അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് റീട്രെയിനിങ് നോട്ടിഫിക്കേഷനിലാണ് ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനി ആയ ടെസ്ല ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 100 അതിലധികമോ ജീവനക്കാരുള്ള കമ്പനികൾ ആസൂത്രിതമായി അടച്ചുപൂട്ടൽ അല്ലെങ്കിൽ കൂട്ട പിരിച്ചുവിടലുകൾ നടത്തുന്നതിന് 60 ദിവസം മുമ്പ് അറിയിക്കണമെന്ന് ആവശ്യപ്പെടുന്ന US നിയമമാണ് 1988 വോൺ ആക്ട്. ഈ ആഗോളതലത്തിൽ 10% തൊഴിലാളികളെ പിരിച്ചുവിടലുകൾ ബാധിക്കുമെന്ന തരത്തിൽ ഇതിനൊക്കെയുള്ള നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ ടെക്സസ് വർക്ക് ഫോഴ്സ് കമ്മീഷനിൽ സമർപ്പിച്ച വർക്കർ അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് റീട്രെയിനിങ് നോട്ടിഫിക്കേഷൻ ലെറ്ററിലാണ് ഓസ്റ്റിൻ ലൊക്കേഷനിൽ നിന്ന് മാത്രം 2688 ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന അറിയിപ്പുള്ളത്. ജീവനക്കാർക്ക് വിതരണം ചെയ്ത മെമ്മോയിൽ പിരിച്ചുവിടലിനുള്ള കമ്പനിയുടെ യുക്തി ടെസ്ല CEO എലോൺ മസ്ക് വിശദീകരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ കാരണങ്ങൾ ഇതാണ്. ടെസ്ല അതിൻ്റെ അടുത്ത ഘട്ട വളർച്ചയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ചെലവ് കുറയ്ക്കേണ്ടതിൻ്റെയും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കേണ്ടതിൻ്റെയും ആവശ്യകത മസ്ക് വളരെ ഊന്നിപ്പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ കാരണവും പറഞ്ഞു. ചെലവ് കുറയ്ക്കാനാണ് പോലും ഈ പിരിച്ചുവിടൽ. ചെലവ് കുറയ്ക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് വേറെ. അപ്പോൾ ആ മാർഗങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുകയും അത് സ്വീകരിക്കുന്നതിന് പകരം അവർ കൈവച്ചത് തൊഴിലാളികളെയാണ്. തൊഴിലാളികളെ ജോലി നഷ്ടപ്പെട്ടു. ടെസ്ലയിലെ ജീവനക്കാർ വളരെ ഞെട്ടലും നിരാശയൊക്കെയാണ് അന്ന് പ്രകടിപ്പിച്ചത്. അവർക്ക് ആശ്ചര്യമായിപ്പോയി. പെട്ടെന്നായിരുന്നു. വല്ലാത്തൊരു അനിശ്ചിതാവസ്ഥയാണ്. ഇനിയിപ്പോൾ പുതിയ ജോലി കണ്ടെത്തണം, അതിൻ്റെയൊക്കെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഡിപ്രഷൻ, മനോവിഷമം, നിരാശാബോധം, ഇനി ജോലി കിട്ടുമോ എന്നുള്ളൊരു ആവലാതി, അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളാണല്ലേ ഒരു മനുഷ്യൻ ആ ജോലി നഷ്ടപ്പെടുമ്പോൾ കടന്നു പോകുന്നത്. വല്ലാത്ത തീവ്രമായൊരു അവസ്ഥയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ ഉത്കണ്ഠയുടെ നടുക്കടലിൽ ചെന്നുപെടും. അപ്പോൾ ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളൊന്ന് കൂട്ടിച്ചേർത്തതാണ്. ഇന്നും നമ്മുടെ തൊഴിൽ സംസ്കാരമൊക്കെ ഇനിയും ഏറെ മെച്ചപ്പെടേണ്ടതുണ്ട്. അത് ഈ അവസരത്തിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. എന്തായാലും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു. ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേട്ടുമുട്ടാം. കാത്തിരിക്കൂ പുതിയ കഥയ്ക്കും പുതിയ കുറച്ച് വിശേഷങ്ങൾക്കുമായി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.